അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഇഹ്റാമിൽ പ്രവേശിച്ച് പുരുഷന്മാർ ഉച്ചത്തിൽ തൽബിയത്ത് ചൊല്ലി, സ്ത്രീകൾ പതുക്കെ തൗഹീദിൻ്റെ വാചകമാവുന്ന തൽബിയത്ത് ഉച്ചരിച്ച് മക്കയിലേക്ക് പോകുകയാണ്. ഒരുപക്ഷെ പലരും ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും മക്കയിൽ കാലുകുത്തുന്നത്, കഅബാലയം കാണുന്നത്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ച നാട്, മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചതും വളർന്നതും, അങ്ങനെ വെള്ളത്തിന് വേണ്ടി ദാഹിച്ചു വലഞ്ഞ് സംസം ഉടലെടുത്ത കഥ ഒക്കെ മക്കയിലാണ്. കുഞ്ഞിനെ ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി ഹാജർ ഓടിയ സഫ മർവ മലകൾ, ഹജറുൽ അസ്വദ്, കഅബാലയം, കുറച്ചപ്പുറത്തുള്ള മിന, മുസ്ദലിഫ, അറഫ, മഷ്അറുൽ ഹറാം, പുണ്യ സ്ഥലങ്ങൾ, അതൊക്കെ ഉൾക്കൊള്ളുന്ന കഅബാലയത്തിലേക്കാണ്, മക്കയിലേക്കാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്തിപ്പെടുന്ന മക്കയെക്കുറിച്ച് ഒരല്പം മനസ്സിലാക്കലും അറിയലും നല്ലതാണ്. മക്കൾക്ക് നിരവധി പേരുകളുണ്ട്. അതിലൊന്നാമത്തെ പേര് മക്ക എന്ന് തന്നെയാണ്. സൂറത്ത് ഫത്ഹിലെ 24-ാമത്തെ ആയത്തിലൂടെ മക്ക എന്ന പ്രയോഗം ഖുർആനിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മക്ക എന്നതിനോട് സമാനമായി ബക്ക എന്ന പേരും വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്ക, സൂറത്തു ആലി ഇമ്രാനിലെ 96-ാമത്തെ ആയത്തിൽ തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധനാ മന്ദിരം ബക്കയിലുള്ളതത്രേ എന്നാണ്. അപ്പോൾ അവിടെ ബക്ക എന്ന പ്രയോഗവും ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റൊന്നാണ് പട്ടണങ്ങളുടെ ഉമ്മ, കേന്ദ്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമ്മുൽ ഖുറ എന്നത്. അതും വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. സൂറത്ത് ശൂറയിലെ 6-ാമത്തെ ആയത്തിൽ ഉമ്മുൽ ഖുറ വകദാലിക ഔഹൈനാ ഇലൈക ഖുർആൻ അറബിയ്യൻ ലിതുൻദിറ ഉമ്മൽ ഖുറ വമൻ ഹൗലഹാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തിന് ഒന്നിലധികം പേരുകൾ ഉണ്ട് എന്നത് ആ സ്ഥലത്തിൻ്റെ ശ്രേഷ്ഠതയാണ് അറിയിക്കുന്നത്. ബലദുൻ അമീൻ എന്ന് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. വത്തീനി വസ്സൈത്തൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ, നിർഭയത്വമുള്ള നാട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതും ഖുർആൻ ഉപയോഗിച്ചത് തന്നെയാണ്. ഇത്തരം നിരവധി പേരുകളുള്ള മക്ക, അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പടുത്തുയർത്തിയ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അതിന് സഹായിച്ച കഅബാലയം തന്നെയാണ്. വൈദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി, കഅബാലയത്തിൻ്റെ അസ്ഥിവാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പടുത്തുയർത്തി എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മകൻ ഇസ്മായിലിനെയും ഹാജറിനെയും മക്കയിലേക്ക് കൊണ്ടുവന്ന് ആക്കിയ വേളയിലും കഅബാലയത്തിൻ്റെ അസ്ഥിവാരം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ്റെ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കുക. ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം, നിൻ്റെ പവിത്രമായ ഭവനത്തിൻ്റെ അഥവാ കഅബാലയത്തിൻ്റെ അടുത്ത് ഞാനിതാ രക്ഷിതാവെ എൻ്റെ സന്തതികളിൽ നിന്ന് ചിലര എന്ന് പറഞ്ഞാൽ ഇസ്മായിലിനെയും ഞാൻ അവിടെ താമസിപ്പിച്ചിരിക്കുന്നു, ഇസ്മായിലിൻ്റെ ഉമ്മ ഹാജറിനെയും. ആ താഴ്വരയിൽ കൃഷിയൊന്നുമില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ കഅബാലയം
അതിൻ്റെ അസ്ഥിവാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുമ്പേ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുക. എന്നാൽ ആരാണ് ആദ്യം കഅബാലയം ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ പല വീക്ഷണങ്ങളുണ്ടെങ്കിലും അല്ലാഹു അഅലം എന്ന് പറയുക മാത്രമേ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ കഅബാലയം ഉൾക്കൊള്ളുന്ന, സംസം കിണർ ഉൾക്കൊള്ളുന്ന വിശുദ്ധ മക്കയുടെ ശ്രേഷ്ഠത നിരവധിയാണ്. അതിലൊന്ന് മക്ക ഹറമാകുന്നു എന്നാണ്. എന്താ ഹറം എന്ന് പറഞ്ഞാൽ? പവിത്രമായ സ്ഥലം, നിഷിദ്ധമായ സ്ഥലം. ഏത് സ്ഥലത്തും തെറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ കഅബാലയത്തിൻ്റെ അടുക്കൽ മക്കയിൽ തെറ്റു ചെയ്യൽ അതീവ ഗുരുതരമാകുന്നു എന്നാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് നംനിൽ പറഞ്ഞു, ഇന്നമാ ഉമിർതു അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദ. ഈ രാജ്യത്തെ പവിത്രമാക്കി തീർത്ത ഇതിൻ്റെ രക്ഷിതാവിനെ ആരാധിക്കുവാൻ മാത്രമാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. ഇന്നമാ ഉമിർതു അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദ അല്ലദീ ഹറമഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറമാക്കിയിരിക്കുന്നു, പവിത്രമാക്കിയിരിക്കുന്നു എന്നാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം മുസ്ലിമിൻ്റെ നിവേദനത്തിൽ, ഇന്ന ഹാദൽ ബലദ ഹറമഹുല്ലാഹു യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ തന്നെ ഈ നാട്, കഅബാലയം ഉൾക്കൊള്ളുന്ന മക്ക രാജ്യം, അത് പവിത്രമാക്കിയിരിക്കുന്നു. അവിടെ കുറേ കാര്യങ്ങൾ നിഷിദ്ധമാകുന്നു എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയുണ്ടായി. അതേപോലെ തന്നെ മക്കയുടെ ശ്രേഷ്ഠതയാണ് അള്ളാഹു മക്ക രാജ്യത്തെ സംബന്ധിച്ച് സത്യം ചെയ്ത് പറഞ്ഞിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ വഹാദൽ ബലദിൽ അമീൻ, ഈ നിർഭയത്വമുള്ള നാട് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് എന്ന് ഖുർആൻ മറ്റു സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തന്നെ അള്ളാഹു ഒരു രാജ്യത്തെ പിടിച്ച് സത്യം ചെയ്യണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ മഹത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ച നാടാണ് മക്ക. വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ഇജ്അൽ ഹാദൽ ബലദ ആമീന. അള്ളാഹുവേ, ഈ നാട് നിർഭയത്വമുള്ള ഒരു നാടാക്കണേ എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. അതേപോലെ തന്നെ ഫജ്അൽ അഫ്ഇദതം മിനന്നാസി, ജനങ്ങളുടെ ഹൃദയം ഈ ഒരു രാജ്യത്തിലേക്ക് നീ കൊണ്ടുവരണേ. തഹ്വി ഇലൈഹിം വർസുഖുഹും മിനസ് സമറാത്തി, ഈ നാട്ടുകാർക്ക് നീ വ്യത്യസ്തങ്ങളായ ഫലങ്ങൾ ഭക്ഷണമായി നൽകണേ എന്നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ പ്രാർത്ഥന വളരെ അന്വർത്ഥമായി എന്ന് കാണുവാൻ സാധിക്കും. ലോകത്തെ ഏറ്റവും നിർഭയത്വമുള്ള ഒരു നാടാണ് മക്ക എന്ന് പറയുന്ന സ്ഥലം. അതേപോലെ തന്നെ ലോകത്തുള്ള ഒട്ടുമിക്ക ഭക്ഷണ പദാർത്ഥങ്ങളും പഴങ്ങളുമൊക്കെ അവിടെ കാണുവാൻ സാധിക്കും, വാങ്ങുവാൻ സാധിക്കും എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ച ഒരു സ്ഥലമാണ് കഅബാലയം ഉൾക്കൊള്ളുന്ന മക്ക എന്നാണ് നമ്മൾ സൂചിപ്പിച്ചത്. അതേപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു രാജ്യമാണ് മക്ക. ഇപ്പോൾ ലോകത്തുള്ള മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് കണ്ണിന് കുളിർമ നൽകുന്നതൊന്നും അവിടെയില്ല. കുറേ മരുഭൂമികളാണ്, പച്ചപ്പില്ലാത്ത മലകളാണ്, ഫലങ്ങളും സസ്യലതാദികളും ഉള്ള രാജ്യമല്ല. പക്ഷേ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നാട് മക്കയാവുന്നു എന്നാണ്. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയോടുള്ള ഒരു വിടവാങ്ങലിൻ്റെ വാക്ക് കേൾക്കാൻ സാധിക്കും. ഹിജ്റ പോകുമ്പോഴാണ്, മാ അത്യബകി മിൻ ബലദിൻ വഹബ്ബകി ഇലയ്യ, എന്ത് നല്ല രാജ്യമാണ് നീ, എനിക്ക് ഏറ്റവും തൃപ്തിയുള്ള പ്രീതിയുള്ള നാടാണ് നീ. വലൗല അന്ന ഖൗമി അഖ്റജൂനി മിൻകി മാ സകൻതു ഗൈറകി, നിൻ്റെ നാട്ടുകാർ, വലൗല അന്ന ഖൗമി അഖ്റജൂനി, എൻ്റെ സമുദായം മക്കക്കാർ എന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ
ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് പോകുമായിരുന്നില്ല എന്നാണ് ഹിജ്റ പോകുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയോട് പറഞ്ഞതായി കാണുവാൻ സാധിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച നാട്, വളർന്ന നാട്, ദഅവത്തിൻ്റെ തുടക്കം കുറിച്ച നാട്, അതേപോലത്തെ 53 വർഷം വരെ അവിടെ ജീവിച്ചു. പിന്നീട് പല തവണകളിലായി ഹിജ്റയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നു, ഹജ്ജത്തുൽ വദാ നടത്തി. അതൊക്കെ നടത്തിയ പരിശുദ്ധമായ മക്ക, ഈ നാട്ടിൽ ഏറ്റവും വലിയ ഫിത്നയാവുന്ന ദജ്ജാൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷ വാർത്ത അറിയിച്ചു. റസൂലുള്ളാഹി പറയുന്നു, ലൈസ മിൻ ബലദിൻ ഇല്ലാ സയതഅഹു ദജ്ജാലു. ഏതെല്ലാം നാടുകളുണ്ടോ ആ നാടുകളിലൊക്കെ ദജ്ജാൽ പ്രവേശിക്കും. ഇല്ല മക്ക വ മദീന, മക്കയും മദീനയും ഒഴിച്ച് ഏതൊരു നാട്ടിലും ദജ്ജാലിൻ്റെ ഫിത്നയുണ്ടാകുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഈമാൻ അഭയം പ്രാപിക്കുന്ന, ഈമാൻ മടങ്ങി വരുന്ന സ്ഥലമായി മക്കയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തി. ഇന്നൽ ഇസ്ലാമ ബദ ഗരീബൻ വസയഊദു ഗരീബൻ കമാ ബദ. ഒരു അപരിചിതത്വമുള്ള രൂപത്തിലാണ് ഇസ്ലാം ആരംഭിച്ചത്, ആ ഒരവസ്ഥയിലേക്ക് മടങ്ങും. വയരിസു ബൈനൽ മസ്ജിദൈനി കമാ തഇരിസുൽ ഹയ്യത്തു ഫീ ജുഹരിഹാ. രണ്ട് പള്ളികൾക്കിടയിൽ അത് ചുരുണ്ടുകൂടും. മക്കയുടെയും മദീനയുടെയും ഇടയിൽ, ഐ മസ്ജിദ് മക്ക വ മദീന, മസ്ജിദുൽ ഹറാമിൻ്റെയും മസ്ജിദുൻ നബവിയുടെയും ഇടയിലേക്ക് ഒരു പാമ്പ് അതിൻ്റെ മാളത്തിലേക്ക് ഇഴഞ്ഞു വരുന്നത് പോലെ ഈമാൻ ഈ രണ്ട് പ്രദേശങ്ങളിലേക്ക് മടങ്ങി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതൊക്കെ മക്കയുടെ ശ്രേഷ്ഠതകളാണ്. മക്കയിലുള്ള ഓരോന്നിൻ്റെയും ശ്രേഷ്ഠതകൾ പറയാൻ സാധിക്കും. ഹജർ അസ്വദിൻ്റെ ശ്രേഷ്ഠത, കഅബാലയത്തിൻ്റെ ശ്രേഷ്ഠത, സംസം വെള്ളത്തിൻ്റെ ശ്രേഷ്ഠത, അറഫയുടെയും മിനയുടെയും മുസ്ദലിഫയുടെയും മഹത്വങ്ങൾ, അവിടെ ചെയ്യുന്ന ആരാധനകളുടെ ശ്രേഷ്ഠതകൾ, അല്ലേ, നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ലോകത്ത് എത്ര നല്ല പള്ളികളിൽ വെച്ച് നമസ്കരിച്ചാലും, എത്ര ജനങ്ങൾ ഉൾക്കൊള്ളുന്ന പള്ളിയിൽ നമസ്കരിച്ചാലും അതിനേക്കാൾ ശ്രേഷ്ഠമാണ് മക്കയിലുള്ള നമസ്കാരം, മസ്ജിദുൽ ഹറാമിലുള്ള നമസ്കാരം. റസൂലുള്ളാഹി പറഞ്ഞു, സ്വലാത്തുൻ ഫി മസ്ജിദി ഹാദാ ഖൈറു മിൻ അൽഫി സ്വലാത്തിൻ ഫീമാ സിവാ ഇല്ലൽ മസ്ജിദുൽ ഹറാം. എൻ്റെ ഈ പള്ളിയിലുള്ള മസ്ജിദുൻ നബവിയിലുള്ള നമസ്കാരം അത് മറ്റു പള്ളികളുള്ള നമസ്കാരത്തേക്കാൾ 1000-ലധികം ഇരട്ടി പ്രതിഫലമാണ്. എന്നിട്ട് ഒഴിച്ചു നിർത്തി, ഇല്ലൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാം ഒഴിച്ച് അവിടെയുള്ള നമസ്കാരം 100,000-ലധികം ഇരട്ടി പ്രതിഫലമാകുന്നു എന്നാണ്. അപ്പോൾ വലിയ ഭാഗ്യവാന്മാരാണ് ഹാജിമാർ, ഉംറയ്ക്ക് വരുന്ന ആളുകൾ. കാരണം നമ്മുടെ നാട്ടിലുള്ള പള്ളിയിൽ നമസ്കരിക്കുന്നതിനേക്കാൾ 100,000-ഓളം അല്ലെങ്കിൽ 100,000-ലധികം ഇരട്ടി പ്രതിഫലമാണ് ഹറമിലുള്ള നമസ്കാരം. കൂട്ടത്തിൽ സൂചിപ്പിക്കട്ടെ, ഒരു ഹാജിയാരും ക്ഷീണത്തിൻ്റെ പേരിലോ മടിയുടെ പേരിലോ ഉറക്കത്തിൻ്റെ പേരിലോ ഹറമിൽ വന്നിട്ട് ജമാഅത്ത് നമസ്കാരത്തിന് വിട്ടുനിൽക്കുക എന്നത് ഒരിക്കലും പാടില്ലാത്തതാണ്. അശ്രദ്ധ കാണിക്കരുത്. നല്ല നല്ല അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് മുൻകൂട്ടി അറിയിക്കുകയാണ്. ലോകത്ത് കഅബാലയത്തിൻ്റെ അടുക്കൽ മാത്രം ചെയ്യാവുന്നൊരു ആരാധനയുണ്ട്, അത് തവാഫാണ്. ഈ തവാഫ് പലരും പല ഖബറുകൾക്ക് ചുറ്റും ചെയ്യാറുണ്ട്. ഖബറിൽ കടക്കുന്ന വ്യക്തിക്ക് വേണ്ടി തവാഫ് ചെയ്യുന്നു, ശിർക്കാണത്. എന്നാൽ തവാഫ് എന്ന ഒരു ആരാധന അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ച് കഅബാലയത്തിങ്കിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ. ഒരു തവാഫിൻ്റെ പ്രതിഫലം എത്രമാത്രമാണ്? റസൂലുള്ളാഹി പറഞ്ഞു, മൻ ത്വാഫ ബിൽ ബൈത്തി വസല്ല റകഅതൈനി. ആരെങ്കിലും വിശുദ്ധ കഅബാലയത്തെ പ്രദക്ഷിണം ചെയ്ത് തവാഫ് ചെയ്ത് ശേഷം 2 റക്അത്ത് നമസ്കരിച്ചാൽ കഇത്ഖി റഖബ, ഒരു അടിമയെ മോചിപ്പിക്കുന്നതിനോട് സമാനമാകുന്നു. ഒരു അടിമയെ മോചിപ്പിച്ചാൽ എത്ര മഹത്വമുണ്ടോ, എത്ര പ്രതിഫലമുണ്ടോ, അതാണ്
തവാഫ് ചെയ്ത് 2 റക്അത്ത് നമസ്കരിച്ചാൽ. അതേപോലെ തന്നെ ഹജറുൽ അസ്വദിൻ്റെ ശ്രേഷ്ഠതയും റുക്കുനുൽ യമാനിയുടെ മഹത്വവും റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന മസ്ഹൽ ഹജറുൽ അസ്വദ് വറുക്കുൽ യമാനി യഹുത്താനിൽ ഖതായ ഹത്താ. റുക്കുൽ യമാനി സ്പർശിക്കുക, കഅബാലയത്തിൻ്റെ തൊട്ട് മുമ്പുള്ള മൂല. അതേപോലെ തന്നെ ഹജറുൽ അസ്വദ് ചുംബിക്കുക, അത് മനുഷ്യൻ്റെ പാപങ്ങളെ ഇല്ലാതെയാക്കുവാൻ കാരണമായി തീരുന്നു എന്നാണ്. ഹജറുൽ അസ്വദിൻ്റെ ശ്രേഷ്ഠതകൾ മറ്റു പലതും ഇൻഷാ അല്ലാഹ് അടുത്തുള്ള ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ റുക്കുൽ യമാനിയുടെയും മഖാം ഇബ്രാഹിമിൻ്റെയും ശ്രേഷ്ഠതകൾ ഹദീസുകൾ കാണുവാൻ സാധിക്കും. സംസം വെള്ളത്തിൻ്റെ പോരിശ നിരവധിയായ ഹദീസുകൾ സ്ഥിരപ്പെട്ടിരിക്കുന്നു. മാ ഉസംസം ലിമാ ശുരിബല, ഇമാം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന, അൽബാനി സ്വഹീഹാക്കിയ ഹദീസാണ്. എന്തൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണോ സംസം വെള്ളം കുടിക്കുന്നത് അത് അതിനുള്ളതാകുന്നു എന്നാണ്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു 1 മാസത്തോളം മക്കയിൽ വന്ന് താമസിച്ച് അദ്ദേഹത്തിന് ഭക്ഷണമായി സംസമല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത് ഭക്ഷിച്ചപ്പോൾ കുടിച്ചപ്പോൾ അദ്ദേഹം ഒരു ഉന്മേഷവാനായി, ഊർജ്ജസ്വലനായി, ശരീരം പുഷ്ടിപ്പെട്ടു എന്നൊക്കെ ഹദീസുകൾ കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ വളരെ നിർഭയത്വമുള്ള നാടാണ് മക്ക. വമൻ ദഖലഹു കാന ആമിന. ആരെങ്കിലും മക്കയിൽ പ്രവേശിച്ചാൽ, ഹറമിൽ കയറിക്കൂടിയാൽ, കഅബാലയത്തിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ അവൻ നിർഭയനായി എന്നാണ്. ഒരാളെ രക്തം ചിന്തുവാനോ ഒരാളെ അനാവശ്യമായി ദ്രോഹിക്കുവാനോ കൊല്ലുവാനോ ഒന്നും പാടില്ല എന്നാണ്. പുണ്യമുദ്ദേശിച്ചുകൊണ്ട് യാത്ര ചെയ്യാവുന്ന 3 പള്ളികളിൽ ഒരു പള്ളി കഅബാലയത്തെ ചുറ്റി നിൽക്കുന്ന മസ്ജിദുൽ ഹറാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഷദ്ദു റിഹാലു ഇല്ലാ ഇലാ 3 മസാജിദ്. 3 പള്ളികളിലേക്കല്ലാതെ പുണ്യമുദ്ദേശിച്ചുകൊണ്ട് യാത്ര കെട്ടി പുറപ്പെടാൻ പാടില്ല. മസ്ജിദുൽ ഹറാമാണ്, മസ്ജിദുൻ നബവിയാണ്, അതുപോലെ തന്നെ ഫലസ്തീനിലുള്ള ബൈത്തുൽ മുഖദ്ദസാണ്. അവിടെ അന്യായമായി ഒന്നും പ്രവർത്തിക്കാൻ പാടില്ല ഹറമിൽ. വമൻ യുരിദ് ഫീഹി ബിഇൽഹാദിൻ ബിദുൽമിൻ. അവിടെ അന്യായം പ്രവർത്തിക്കുന്നവന് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹജ്ജിലൂടെ പറയുന്നുണ്ട്. ധാരാളം ഹുക്കുമുകൾ ഹറവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. രക്തം ചിന്താൻ പാടില്ല, ഉപദ്രവിക്കുവാൻ പാടില്ല. അതേപോലെ തന്നെ ഹറമിൻ്റെ പ്രദേശങ്ങളിൽ ഒരു കാരണവശാലും യുദ്ധം ഉണ്ടാകുവാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചിരിക്കുന്നു. അവിടെ പള്ളിക്കകത്ത് ഒരു പള്ളിയിലും ആയുധം വഹിച്ച് നടക്കാൻ പാടില്ല എന്നതുപോലെ തന്നെ കഅബാലയത്തിലും ആയുധം വഹിച്ച് നടക്കുവാൻ പാടില്ല എന്ന് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്രകാരം തന്നെ കളഞ്ഞുപോയ വസ്തു ഹറമിൽ വെച്ച് ലഭിക്കുകയാണ് എങ്കിൽ അതിൻ്റെ യഥാർത്ഥ ഉടമക്ക് തിരിച്ചു നൽകുവാൻ സാധിക്കുന്നുവോ അവന് മാത്രമേ നൽകാവൂ. അമുസ്ലിങ്ങൾക്ക് കഅബാലയത്തിൻ്റെ അടുക്കലോ ഹറമിലോ പ്രവേശിക്കുവാൻ പാടില്ല എന്നും വിശുദ്ധ ഖുർആൻ ആ കാര്യം അറിയിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലൂടെ അത് പ്രഖ്യാപിക്കുന്നുണ്ട്. ഹറമിൽ വളർന്നു വരുന്ന ചെടികൾ, മരങ്ങൾ അത് പിഴുതെടുക്കുവാനോ മുറിച്ചു കളയുവാനോ, അതേപോലെ തന്നെ ഹറമിൽ പക്ഷികളെയും ജന്തുക്കളെയും മൃഗങ്ങളെയും ആട്ടി ഓടിക്കുവാനോ വേട്ടയാടുവാനോ പാടില്ല എന്നതും ഹദീസുകളിലൂടെ വിലക്കപ്പെട്ട കാര്യമാണ്. കളഞ്ഞു കിട്ടിയ വസ്തു യഥാർത്ഥ അവകാശിക്ക് മാത്രം കൊടുക്കാൻ സാധിക്കുന്നതിന് മാത്രമേ ഹറമിൽ നിന്ന് അത്തരം കളഞ്ഞു കിട്ടിയ വസ്തു എടുക്കുവാൻ പാടുള്ളൂ എന്നൊക്കെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിക്കുകയാണ്. ഇങ്ങനെ നിരവധി ശ്രേഷ്ഠതകളാണ്, മഹത്വങ്ങളാണ് ഹറമുമായി ബന്ധപ്പെട്ട്, മക്കയുമായി ബന്ധപ്പെട്ട്, കഅബയുമായി ബന്ധപ്പെട്ടുള്ളത്. അങ്ങനെ പവിത്രമായ സ്ഥലത്തേക്കാണ് തൽബിയത്ത് മുഖരിതമായി നമ്മുടെ വാഹനം സഞ്ചരിക്കുന്നത്, നമ്മൾ നടന്നെടുക്കുന്നത്. അവിടെ പോയി ആരാധനാകർമ്മങ്ങൾ ചെയ്യുക എന്നല്ലാതെ മോഷണത്തിനോ പിടിച്ചുപറിക്കോ അതല്ലെങ്കിൽ തെറ്റായ ചിന്തകൾക്കോ
ഒരു സ്ഥാനവുമില്ല. അവിടെയുള്ള തെറ്റിന് നന്മക്ക് ഇരട്ടിയായി പ്രതിഫലം എന്നതുപോലെ തിന്മകൾക്കും അത്തരം ഇരട്ടിയായ ശിക്ഷകളുണ്ടായിരിക്കും എന്ന ബോധത്തോടുകൂടി നാം മക്കയിലേക്ക് സഞ്ചരിക്കുന്നു. താമസിയാതെ നമ്മൾ മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കും. നമ്മുടെ തവാഫും മറ്റ് കാര്യങ്ങളും ആരംഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുള്ള കാര്യങ്ങൾ പറയുവാനും മനസ്സിലാക്കുവാനും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാട്ടെ. ഹാദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.